എറണാകുളത്ത് വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ച് ഒരു കാർ നിർത്താതെ പോയിട്ടുണ്ട്. എളമക്കര ഭവൻ സ്കൂളിന് സമീപത്താണ് ഈ അപകടമുണ്ടായത്. സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ കാണാം. സഹിന ആന്റണി വിവരങ്ങളുമായിട്ട് ചേർന്നുണ്ട്. സഹിനെ, ഈ ദൃശ്യങ്ങളിൽ എന്താണ് നടന്നെന്ന കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ കാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ സഹിൻ? സേതു, കഴിഞ്ഞ വ്യാഴാഴ്ച 3:43 ഈ അപകടമുണ്ടായത്. എറണാകുളം എളമക്കര ബൗൺസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ച കാറ് നിർത്താതെ പോകുകയായിരുന്നു. നമ്മൾക്ക് ആ റോഡിൽ തന്നെ കാണാം നിരവധി വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നേരം കൂടിയാണ്. കാറ് അമിത വേഗത്തിലായിരുന്നു വന്നിരുന്നത്. ആ കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. പിന്നീട് കാറ് ഒന്ന് മുന്നോട്ട് പോയ കാറ് അല്പം ഒന്ന് സ്ലോ ചെയ്യുന്നു. പിന്നീട് കാർ അവിടെ നിർത്താതെ പോവുകയാണ്. ഏതായാലും ഈ കാറ് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്ക് കരളിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ ഇപ്പോഴും കുട്ടി തുടരുകയാണ്. കാർ ഇതുവരെ കണ്ടെത്താനോ അതിനുവേണ്ടിയുള്ള നീക്കമോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, നിരവധി വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഒരു സമയത്ത് ഇത്ര വേഗത്തിൽ ആ കാർ അതുവഴി പോകുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ സ്കൂൾ പരിസരമായതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഹമ്പുകൾ സ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ അതും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. കുട്ടി അതീവ ഗുരുതരമായി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സേതു.